ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാർക്കോ കൂടി സാഗറിനെ മെക്കാട് പണിയിൽ നിന്നും പറഞ്ഞയക്കേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും അതോർത്ത് വല്ലാതെ പശ്ചാത്തപിക്കുന്നു. ഇപ്പോൾ സാഗറിനും മഞ്ജുവിനും ജോലിയൊന്നുമില്ല, ഇനി അവരെങ്ങനെ ജീവിക്കും എന്ന ചിന്ത കണ്ണനെയും മഹാലക്ഷ്മിയും അലട്ടുന്നുണ്ട്. കണ്ണേട്ടൻ പറഞ്ഞാൽ മതി, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്ന് മഹി പറയുമ്പോൾ മഞ്ജു എൻ്റെ ഒരേ ഒരു പെങ്ങളാണ്, അവൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. നമ്മുടെ കമ്പനിയിൽ അവൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ അത് വിമർശനത്തിന് ഇടയാക്കും. മഞ്ജുവിന് പറ്റിയ ജോലി അവൾ അറിയാതെ ആരോടെങ്കിലും പറഞ്ഞ് ശരിയാക്കി കൊടുക്കാൻ തന്നെ കണ്ണൻ തീരുമാനിക്കുന്നുണ്ട്. മാർക്കോ ആണെങ്കിലും ഒരു ആങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് മഞ്ജുവിനെ സഹായിക്കാനായിട്ട് തീരുമാനിച്ചുറപ്പിക്കുന്നു. അതുപോലെ തന്നെ മഞ്ജുവിനോട് മോശമായിട്ട് പെരുമാറിയ ആ ടെക്സ്റ്റൈൽസ് മാനേജർക്ക് കണക്കിന് കൊടുക്കാനും തീരുമാനിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. ഇതിനെല്ലാം പിന്നിൽ കളിച്ചിരിക്കുന്നത് ആ മേഘനാണ്. അവന് കിട്ടിയതൊന്നും പോരാ എന്നാണ് തോന്നുന്നത്. സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനോടൊപ്പം പോയാൽ ഒരാണിനെ സംബന്ധിച്ച് അതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല. കുറേ ഉപദ്രവിക്കുമ്പോൾ ഗതികെട്ട് മഞ്ജു അവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. അവൻ ഇനി ഒരിക്കലും മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും പുറകെ നടന്ന് ശല്യം ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് തന്നെ മാർക്കോ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിലും തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞ് മഞ്ജുവിന് വേണ്ടിയിട്ട് ഒരു ജോലി ശരിയാക്കാനുള്ള ശ്രമത്തിലാണ്. മഞ്ജു അറിയാതെയാണ് കണ്ണൻ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം മഞ്ജു കണ്ണേട്ടനാണ് ജോലി ശരിയാക്കി തന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനായിട്ട് ഒന്ന് മടിക്കും. അതുകൊണ്ട് തന്നെ മഞ്ജു അറിയാതെ കാര്യങ്ങൾ നീക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കരുണയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ മോഹിനിക്കാണെങ്കിൽ കരുണയെ കണ്ട് വല്ലാതാവുന്നുണ്ട്. കാരണം കരുണയെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണാനായിട്ട് മോഹിനിയെ പ്രതാപനും മുത്തശ്ശിയൊന്നും അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കരുണയെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന മോഹിനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മോഹിനി കരുണയെ കാണുന്നതും മോൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് അവളെ തൊടാൻ ശ്രമിക്കുന്നതും തൊട്ടു പോകരുതെന്നെ പ്രാർത്ഥിച്ച് നിങ്ങളും നിങ്ങളുടെ മൂത്ത മോളും ചേർന്ന് എൻ്റെ കുഞ്ഞിനെ കൊന്നു, ഇങ്ങനെ ഒരമ്മയെ ഇനി ആർക്കും കിട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ കരുണ. അപ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് മുത്തശ്ശിയും പറയുന്നുണ്ട്, കേട്ടല്ലോടി മോഹിനി കരുണമോള് പറഞ്ഞത്, ഇനി നീ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എങ്ങാനും ചെന്ന് പോകരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയും. പ്രതാപനാണെങ്കിൽ മോഹിനിക്കിപ്പോൾ തൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം, കണ്ണനോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ മോഹിനി ഇനി അധികം ചൊടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് കരുതിക്കൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ശേഷം ഉണ്ണിയാണെങ്കിലും അവരുടെ കൂടെ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, കഴിഞ്ഞത് കഴിഞ്ഞു മോനെ, ഇനിയെങ്കിലും നിനക്ക് നല്ലവരുടെ ഒപ്പം നിന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ മോഹിനിയുടെ കൈ തട്ടി മാറ്റി പോവാണ് കേട്ടോ ഉണ്ണി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർക്കോയും ലോപ്പസും കൂടി ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ എത്തുന്നു. മേഘന് കൊടുക്കാനുള്ള അടുത്ത അടിയാണ് നമ്മൾ മാനേജറിലൂടെ മേഘന് കൊടുക്കാൻ പോകുന്നത്. അവൻ ഒരിക്കലും മറക്കാത്ത വലിയൊരു ദുരന്തം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം, എങ്കിലേ അവൻ പഠിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ ലോപ്പസിനോട്. അങ്ങനെ മാർക്കോ ആ മാനേജറുടെ ക്യാബിനിലെത്തുന്നു. അപ്പോൾ മാർക്കോയെ കാണുന്ന താൻ ആരാണെന്ന് മാനേജർ ചോദിക്കുമ്പോൾ, നീ ഇവിടേക്ക് ജോലിക്ക് വന്ന മഞ്ജു എന്ന പെൺകുട്ടിയോട് എന്താടാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മാനേജർക്ക് ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട്. താൻ മഞ്ജുവിൻ്റെ കയ്യിൽ കയറി പിടിച്ച കാര്യങ്ങളൊക്കെ അയാൾക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാലോചിക്കുന്നത് കൊണ്ട് തന്നെ അയാളൊന്ന് പരുങ്ങുന്നുണ്ട് മാർക്കോയുടെ മുന്നിൽ. മഞ്ജുവിനെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നാണോ നീ കരുതിയത്? നീ ഇവിടേക്ക് വരുന്ന പാവം പിടിച്ച് പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ കരണത്തടിക്കുകയും അയാളുടെ അടിവയറ്റിൽ തൊഴുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മാർക്കോ. ഇനി നീ മഞ്ജുവിനോട് മാപ്പ് പറഞ്ഞ് അവളെ ഇവിടേക്ക് ജോലിക്ക് തിരിച്ചെടുക്കണം എന്നൊരു താക്കീത് മാർക്കോ അയാൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെ മാർക്കോയുടെ ഭീഷണിയിൽ വല്ലാതെ തന്നെ പേടിക്കുന്നുണ്ട് കേട്ടോ ആ മാനേജർ. എന്തായാലും മാർക്കോ മാനേജറെ പഞ്ഞിക്കിട്ട വിവരമൊക്കെ മേഘൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേഘനെ വല്ലാതെ പേടി പിടിക്കുന്നുണ്ട്. കാരണം താനാണ് മഞ്ജുവിൻ്റെ ജോലി തെറിപ്പിക്കാൻ കാരണം. ഇനി അടുത്ത ഉടൻ തന്നെയായിരിക്കും. അച്ഛൻ്റെ അവസ്ഥ തന്നെയായിരിക്കുമോ എനിക്കും എന്ന് ആലോചിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതെ പേടിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അതിനു മുൻപ് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും സ്വയം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ മേഘൻ. അങ്ങനെ മാർക്കോ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ടെക്സ്റ്റൈൽസ് മാനേജറെ കണക്കിന് കൊടുത്തു എന്നറിയുമ്പോൾ മഞ്ജുവിന് അത് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ സാഗറിനോടായിട്ട് മഞ്ജു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ 2 ആങ്ങളമാരാണ്, കണ്ണേട്ടനും മാർക്കോയും. ഉണ്ണിയേട്ടൻ അയാളെ ഞാൻ എൻ്റെ ആങ്ങളയുടെ സ്ഥാനത്ത് കാണുന്നില്ല. സ്വന്തം പെങ്ങൾ വിഷമിച്ച് കാണണം എന്നാഗ്രഹിക്കുന്ന ദുഷ്ടനാണ് അയാൾ. കരുണേട്ടത്തിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് കഷ്ടം. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടും അവരിപ്പോഴും ഏട്ടത്തിയെ മനസ്സിലാക്കിയില്ലല്ലോ, എന്നിട്ട് പോലും അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നില്ലല്ലോ എന്നെല്ലാം മഞ്ജു ഇങ്ങനെ സാഗറിനോട് പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ കണ്ണൻ പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഞ്ജുവിന് യോജിച്ചൊരു ജോലി കണ്ടെത്തി കൊടുക്കാനായിട്ട് കണ്ണന് കഴിയുന്നില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവൾക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഇട്ട് കൊടുക്കാൻ തന്നെ കണ്ണൻ തീരുമാനിക്കുന്നു. ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ കളർ സെൻസും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് മഞ്ജു എന്നും സ്വന്തം സ്ഥാപനമായി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് കണ്ണൻ അങ്ങനെ ഒരു ഷോപ്പ് മഞ്ജുവിന് വേണ്ടി ഇട്ട് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ മഹിയും കണ്ണൻ്റെ ആ തീരുമാനത്തോട് യോജിക്കുന്നു. അങ്ങനെ കണ്ണൻ മാർക്കോ വഴി അതിനുള്ള പണവും കൊടുത്തയക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു പുതിയൊരു ബുട്ടീക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും ആ ഒരു വളർച്ച കണ്ട് പുതിയൊരു ബിസിനസ് ആരംഭിക്കുന്നത് കണ്ട് അസൂയ തോന്നുന്നുണ്ട് മേഘന്. കാരണം താൻ ഇത്രയൊക്കെ അവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടും അതിലൊന്നും തോറ്റു കൊടുക്കാതെ വീണ്ടും അവരുടെ ആ വളർച്ച കണ്ട് അസൂയ തോന്നിപ്പോവാണ് കേട്ടോ മേഘന്. പിന്നീട് അങ്ങനെ മോഹിനി മഹാലക്ഷ്മിയെ വിളിച്ചിട്ട് കരുണ തിരിച്ചെത്തിയെന്ന കാര്യവും, പക്ഷേ കരുണയ്ക്ക് ഇപ്പോൾ തന്നോട് പഴയതിനേക്കാൾ ശത്രുതയാണെന്നും അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ കാരണം നമ്മളാണെന്നുള്ള രീതിയിലാണ് എന്നാണ് അവൾ നമ്മളെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ട് ഹൃദയം തകർന്നു പോകുന്നുണ്ട് കേട്ടോ മഹിയുടെ. പിന്നീട് മഹി 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ വെച്ച് പതിവ് പോലെ നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചാണ് അമ്മ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം മഹിയെ അറിയിക്കുന്നത്. അതായത് സാഗർ നിരപരാധിയാണെന്നും അയാൾ മുൻപ് ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇപ്പോൾ അയാൾ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവാണെന്നും അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കാനായിട്ട് ഇനിയും വൈകരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം സിദ്ധിയായിട്ടുള്ള അമ്മ മഹാലക്ഷ്മിയെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ അപ്പോൾ അമ്മ എന്തായാലും പാഴ്വാക്ക് പറയില്ല എന്നുള്ള കാര്യം മഹാലക്ഷ്മിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സാഗറിനെ ഇനി സംശയിക്കേണ്ട എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് കേട്ടോ മഹാലക്ഷ്മി എത്തുന്നത്. അപ്പോൾ എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്